വെൽക്കം ടു ബിൽഡ് ഓൺ ഐഡിയാസ് കംപ്ലീറ്റ് ഹോം ഡിസൈൻ സൊല്യൂഷൻസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്ലൈവുഡും MDFും മൾട്ടിവുഡും അതുപോലെയുള്ള മെറ്റീരിയൽസ് പാർട്ടിക്കൽ ബോർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫർണിഷിങ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഫിനിഷസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അതിനൊക്കെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ഫർണിഷിങ്ങിന് ഫിനിഷിങ് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യം എടുക്കുന്നത് അതിന്റെ ലാമിനേറ്റ് ഫിനിഷാണ്. ലാമിനേറ്റ് ഫിനിഷാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഗ്ലോസി ഫിനിഷിൽ കൊടുക്കാം, മാറ്റ് ഫിനിഷിൽ കൊടുക്കാം, അതുപോലെ പല ഡിസൈനർ ആയിട്ടുള്ള ഫിനിഷിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വുഡൻ ഫിനിഷിൽ കൊടുക്കാം, വുഡൻ തന്നെ ഗ്ലോസി, അതുപോലെ മാറ്റ് ഫിനിഷ്, ടെക്സ്റ്റേർഡ് ഫിനിഷ്, അതുപോലെ നമുക്ക് പലതരത്തിലുള്ള കളേഴ്സിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ലാമിനേറ്റ്സിൽ നിരവധി ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കാം. ഇത് ലാമിനേറ്റ്സ് എന്ന് പറയുന്നത് ലാമിനേറ്റ്സ് റോൾ ആയിട്ടാണ് അവൈലബിൾ. ഈ മൈക്കേനെയാണ് നമ്മൾ ലാമിനേറ്റ് എന്ന് പറയുന്നത്. ഈ മൈക്ക ഇതേപോലെ തിക്നെസ്, ഇത്ര തിക്നെസ്സിലാണ് ഇത് വരുന്നത്. ഈ തിക്നെസ് നമുക്ക് 0.6 mm മുതൽ 1.2 mm വരെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. ഏതാണ്ട് ഒരു 600 രൂപ മുതൽ 1200-2000 അടുത്ത് വരെ വരുന്ന കോസ്റ്റുകൾ നമുക്ക് ഈ മൈക്കയ്ക്ക് അല്ലെങ്കിൽ ലാമിനേറ്റ്സിന് വരുന്നുണ്ട്. ഇതൊരു ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഒരു തിക്വുഡ് ഫിനിഷിലുള്ള ഒരു മെറ്റീരിയലാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. 1 mm തിക്നെസ്സിലുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ. ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ഇതൊരു ചെറിയൊരു സ്റ്റോൺ ഫിനിഷിലുള്ള മെറ്റീരിയലാണ്. നമ്മൾ ക്ലാഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്റ്റോൺ ഫിനിഷിലുള്ള ഒരു ലാമിനേറ്റ് മെറ്റീരിയലാണിത്. അതുപോലെ നമുക്ക് ലൈറ്റ് കളറിലുള്ള വുഡൻ ഗ്രെയിൻസോട് കൂടിയ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഒരു മെറ്റാലിക് ഫിനിഷ് അവൈലബിൾ ആണ്. അതുപോലെ ഒരു സ്മോക്ഡ് ആയിട്ടുള്ള ഫിനിഷസ് എല്ലാം അവൈലബിൾ ആണ്. വുഡൻ ഗ്രെയിൻസ് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പലതരത്തിലുള്ള ഇത് വാൾനട്ട് ഫിനിഷാണ്. അതുപോലെ ഇതിപ്പോ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഗ്ലോസിയും അതുപോലെ മാറ്റ് ഫിനിഷും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണിത്. അപ്പോൾ ലാമിനേറ്റ്സിൽ നമുക്ക് ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടംപററി സ്റ്റൈലിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കണ്ടോ, ഇതൊരു എന്താ പറയാ, ഗ്രെയിൻസ് ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ലാമിനേറ്റ്സിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവരാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ കണ്ടംപററി ഡിസൈനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലാമിനേറ്റ്സ് ആണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക പ്ലൈവുഡ് അല്ലെങ്കിൽ MDF ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ PVC ബോർഡ് എടുക്കാന്ന് വിചാരിക്കുക. PVC ബോർഡിൽ നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് PVC ബോർഡ്. PVC ബോർഡിൽ നമ്മൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ അതിന്റെ സർഫസ് ഒന്ന് റഫാക്കി എടുത്തതിന് ശേഷം, നമ്മൾ കോറിയൊക്കെ ഇട്ടതിന് ശേഷം റഫാക്കി എടുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇനി നമുക്ക് മറ്റൊരു മെറ്റീരിയൽ, അതായത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഏറ്റവും ആദ്യം യൂസ് ചെയ്തിരുന്ന ഒരു ഫിനിഷ് എന്ന് പറയുന്നത് സാധാരണ പോളിഷ് ഫിനിഷാണ്. PU ഫിനിഷിൽ നമ്മൾ കൊടുക്കുന്നത്, അതായത് പോളിഷ് ചെയ്തെടുക്കുക, പുട്ടിയിട്ട് പോളിഷ് ചെയ്തെടുക്കുക. അതിപ്പോൾ നമ്മൾ പ്ലൈവുഡ് ആണെങ്കിലും MDF ആണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഒരു പോളിഷ് ഫിനിഷ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ പോളിഷ് ഫിനിഷ് ചെയ്ത ഒരു മെറ്റീരിയൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ സാമ്പിൾ ആയിട്ടില്ല, എന്നാലും ഏകദേശം ഇതുപോലത്തെ ഒരു ഫിനിഷിലേക്ക് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്രെയിൻസ് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രെയിൻസ് വരാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രെയിൻസ് നമ്മൾ കൈകൊണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ കൈകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ പ്രതലത്തിൽ നമുക്കൊരു വുഡൻ ഫിനിഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി വേറൊരു മെറ്റീരിയൽ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ലാമിനേറ്റ് ഫിനിഷ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ലാമിനേറ്റ് ഫിനിഷ് MDF, HDF തുടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സിൽ ഈ പറയുന്ന ലാമിനേറ്റ് പ്രീ ലാമിനേറ്റഡ് ആയിട്ട്, അതായത് നിലവിൽ മാർക്കറ്റിൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ പ്രീ ലാമിനേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഗുണമുള്ള കാര്യമാണ്. കാരണം പാർട്ടിക്കൽ ബോർഡ് ആണെങ്കിലും MDF ആണെങ്കിലും HDF ആണെങ്കിലൊക്കെ ഈ സാധനം പ്രീ ലാമിനേറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ഫിനിഷ് പിന്നീട് കൊടുക്കേണ്ടതില്ല. കാരണം എക്സിസ്റ്റിംഗിലെ ഈ ഒരു ഫിനിഷോട് കൂടിയാണ് ഈ സാധനം നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചീപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വാർഡ്രോബ് ഒക്കെ ചെയ്യുന്നത് കുറച്ചധികം കോസ്റ്റ്ലി അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ പ്രീ ലാമിനേറ്റഡ് ആയിട്ടുള്ള ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫിനിഷ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇത് ഫിനിഷ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്.
അപ്പോൾ നമുക്ക് കോസ്റ്റ് ലാഭിക്കാം. അഡീഷണൽ ആയിട്ട് ലാമിനേറ്റിന്റെ ചാർജും അതുപോലെ ലാമിനേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ചാർജ്, പ്രസ്, ഹോട്ട് പ്രസ് ചെയ്യുക, കൂൾ പ്രസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും കടക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്ന കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ്, അതായത് അക്രിലിക് ഫിനിഷ്. അക്രിലിക് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗ്ലോസി ആയിട്ടുള്ളത്, നല്ല കാണാനായിട്ട് വളരെ പ്രീമിയം ലുക്ക് നൽകുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഫിനിഷാണ്. അപ്പോൾ ഇത് പ്രീമിയം ഫിനിഷ് നമുക്ക് വളരെ നല്ല പ്രീമിയം ഫിനിഷസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അക്രിലിക് ഷീറ്റ് ഇടുന്നു, അതിന്റെ സൈഡിൽ എഡ്ജ് ബാൻഡിങ് കൊടുക്കും. എഡ്ജ് ബാൻഡിങ്ങും വ്യത്യാസമുണ്ട്. അക്രിലിക് ബോർഡ്, അക്രിലിക് ഫിനിഷിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ എഡ്ജ് ബാൻഡിങ്ങും വ്യത്യാസമുണ്ട്. അതിനോട് മാച്ചിങ് ആയിട്ടുള്ള അതേപോലത്തെ ക്വാളിറ്റിയുള്ള തിക്നെസ് ഉള്ള രീതിയിലുള്ള എഡ്ജ് ബാൻഡിങ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ സൈഡ് കാണുന്നത് നമ്മൾ ലാമിനേറ്റ് ആണ്, ഇൻസൈഡ് പോർഷൻ ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പ്ലൈവുഡിൽ ലാമിനേറ്റ്, ഇൻസൈഡിൽ ലാമിനേറ്റ് ഒട്ടിച്ച് ഔട്ട് സൈഡിൽ അക്രിലിക് ഒട്ടിച്ച് അക്രിലിക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ എഡ്ജ് ബാൻഡിങ് കൊടുത്തിട്ടുള്ള ഒരു പീസ് സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇതിന് ലാമിനേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ഗ്ലോസിനെസ് കൂടുതലാണ്. അപ്പോൾ അതിനൊരു കുറച്ചും കൂടെ പ്രീമിയം ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ഇതേപോലത്തെ ഒരു നല്ല ഫിനിഷ് കിട്ടുന്ന മറ്റൊരു ഫിനിഷിംഗ് ആണ് നമ്മൾ ഓട്ടോ പെയിന്റ് ഫിനിഷ് അല്ലെങ്കിൽ ഹൈ ഗ്ലോസി ലാക്കർ ഫിനിഷ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലോണം ഹൈ ഗ്ലോസി ആയിട്ടും നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഈ അക്രിലിക് ബോർഡും ഇതും തമ്മിലുള്ള മെയിൻ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷേപ്പ് ചെയ്തതിന് ശേഷം പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഷേപ്പോട് കൂടി നമുക്ക് ഇത് കിട്ടും. മറ്റേതില് നമുക്ക് സ്ട്രേറ്റ് ഫിനിഷ്, അതായത് കണ്ടംപററി പ്ലെയിൻ ഫിനിഷസിലാണ് നമുക്ക് അക്രിലിക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ലാക്കർ ഫിനിഷ് നമുക്ക് അത്യാവശ്യം ഡിസൈൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് നോർമലി കാറിന് പെയിന്റ് ചെയ്യുന്ന സെയിം മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഗ്ലോസി ഫിനിഷും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അതിന്റെ മാറ്റ് ഫിനിഷും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 3-4 തരത്തിലുള്ള ഫിനിഷസ് ആണ് നമ്മൾ നോക്കിയത്. ഒന്ന് നോർമലി നമ്മൾ ചെയ്യുന്ന പോളിഷ് ഫിനിഷ്, അതുപോലെ ലാമിനേറ്റ് ഫിനിഷ്, അക്രിലിക് ഫിനിഷ്, പിന്നെ അതുപോലെ ഹൈ ഗ്ലോസി ലാക്കർ അല്ലെങ്കിൽ മാറ്റ് ലാക്കർ ഫിനിഷ്, അതായത് ഓട്ടോ പെയിന്റ് ഉപയോഗിച്ചിട്ടുള്ള ഫിനിഷ്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഇത്രയും കൂടെ കുറച്ചും കൂടെ ഒരു ക്ലാസിനെസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ അക്രിലിക് ഫിനിഷ് ചെയ്ത പോലെ, അക്രിലിക് ബോർഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഗ്ലാസ് കൊണ്ടും നമുക്ക് ഇതിന്റെ ഫിനിഷിങ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അക്രിലിക് ബോർഡ് കൊടുത്തതിന് പകരം ഇവിടെ നമ്മൾ ഗ്ലാസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള ഫിനിഷസ് ഞാൻ പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന ലാമിനേറ്റ് ഫിനിഷിലാണ്. ലാമിനേറ്റ് ഫിനിഷിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കാറ്റലോഗ് അവൈലബിൾ ആണ്. പല ബ്രാൻഡ്സിൽ ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ബ്രാൻഡ്സിനും അവരുടേതായ ഡിസൈൻസും അതുപോലെ കാറ്റലോഗ്സും ഉണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫിനിഷിംഗ് മേഖലയാണ് ഈ പറയുന്ന ലാമിനേറ്റ് ഫിനിഷ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സിലും അതുപോലെ ഡിസൈൻസിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഗ്ലോസി ഫിനിഷിന്റെയും മാറ്റ് ഫിനിഷിന്റെയും എല്ലാ ഒരു കോമ്പിനേഷൻസിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചെയ്തെടുക്കാനും ഏറ്റവും എളുപ്പം ലാമിനേറ്റ് തന്നെയാണ്. അപ്പോൾ ചീപ്പറാണ്. അതുപോലെ ഒരുപാട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് ലാമിനേറ്റ്സ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കാനായിട്ട്. ഈ ലാമിനേറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ഈ ഓപ്ഷൻസിലെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഫിനിഷസിന് പരിമിതിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പോളിഷ് ഫിനിഷ് എടുക്കുകയാണെങ്കിൽ ടീക്വുഡ് ഫിനിഷ്, റോസ്വുഡ് ഫിനിഷ്, മഹാഗണി ഫിനിഷ്, അങ്ങനെ 3-4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ പറയുന്ന PU ഫിനിഷിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ലാക്കർ ഫിനിഷ് എടുക്കുകയാണെങ്കിലും ഇതിന് 6-7 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക ഗ്ലോസി മാറ്റ് ഫിനിഷ് അവൈലബിൾ ആണ്. ഈ 6-7 ഷെയ്ഡ്സ് അല്ലാതെ മറ്റൊരു ഫിനിഷ് നമ്മൾ അധികം അവൈലബിൾ ആയിട്ട് വരുന്നില്ല. ഇനി അക്രിലിക് ബോർഡ് എടുക്കുകയാണെങ്കിലും ഇതിലും അത്ര അധികം വെറൈറ്റീസും ഓപ്ഷൻസും ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റീസും അതുപോലെ നല്ല രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാമിനേറ്റ്സിൽ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രീമിയം ഫിനിഷ്, ഇപ്പോൾ നിങ്ങൾ ഗ്ലോസി ഫിനിഷാണ് പോകുന്നതെങ്കിൽ ലാമിനേറ്റ്സിനേക്കാളും നല്ല ഫിനിഷ് അക്രിലിക്കിന് നമുക്ക് തരാനായിട്ട് സാധിക്കും. അക്രിലിക്ക് കുറേ കൂടെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷാണ്. കണ്ടു കഴിഞ്ഞ് ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഫിനിഷിങ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ റേറ്റ്സ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പറായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ലാമിനേറ്റ് ബോർഡിംഗ് ആയിരിക്കും. ലാമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും ചീപ്പറായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്നത് നമുക്ക് PU ഫിനിഷ് ആണ്. PU ഫിനിഷ് കഴിഞ്ഞാൽ നമുക്ക് ലാക്കർ ഫിനിഷ് ആണ്. ലാക്കറും അക്രിലിക്കും ഒക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ നമുക്ക് വരും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലും അതുപോലെ വേഗം ഫിനിഷ് ചെയ്യേണ്ടതും എന്നാൽ വലിയ ഒരു ബഡ്ജറ്റിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക
ലാമിനേറ്റ് ഫിനിഷ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുറച്ച് പ്രീമിയം ലുക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ടും നല്ല ഫിനിഷിങ്ങോട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുപോലെ അക്രിലിക് ഫിനിഷോ അല്ലെങ്കിൽ ഈ പറയുന്ന ലേക്കർ ഫിനിഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഫർണിഷിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫർണിഷിംഗ് എല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ലിവിംഗ്.